ചക്രവ്യൂഹം ഭാഗം 1. രചന MMG. അവതരണം അപര. ഒരു നനുത്ത പ്രഭാതം കൂടി പൊട്ടിവിടർന്നു. സൂര്യരശ്മികൾ ഹോസ്റ്റലിലെ ഓരോ മുറിയിലേക്കും എത്തി നോക്കാൻ തുടങ്ങി. ഓരോ മുറിയിലും പെൺകുട്ടികൾ തിടുക്കത്തിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ചിലർ പഠിക്കുന്നു, ചിലർ കുളിച്ചിറങ്ങി വസ്ത്രം മാറുന്നു. അവരെ കണ്ട് സൂര്യരശ്മികൾ നാണത്തോടെ തല താഴ്ത്തി നിന്നു. മലർക്കെ തുറന്ന വാതിലിലൂടെ കിടക്കയിലിരുന്ന അവൾ ഇടനാഴിയിലേക്ക് നോക്കി. ധൃതിയിൽ പരക്കം പായുന്ന പെൺകുട്ടികൾ. എല്ലാ ദിവസവും ഇതിവിടെ ഒരു പതിവാണ്. എന്തൊരു വിരസമായ കാഴ്ച! ഇവർക്ക് മടുപ്പ് തോന്നുന്നില്ലേ? എന്നും ഇതേ തിരക്ക് പിടിച്ചുള്ള ഓട്ടം. അവൾ വെറുതെ ചിന്തിച്ചു. പിന്നെ വീണ്ടും ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന മട്ടിൽ കിടക്കയിൽ തന്നെ ഒന്നുകൂടി ഞെളിഞ്ഞിരുന്നു. എണ്ണമയമില്ലാത്ത മുടികൾ ഫാനിൻ്റെ കാറ്റിൽ പാറി പറന്നു. അവയെ ഒതുക്കി വെക്കാൻ പോലും അവളുടെ കൈകൾ ഉയർന്നില്ല. അല്ലെങ്കിൽ അവൾ അതിന് മെനക്കെട്ടില്ല എന്ന് വേണം കരുതാൻ. ഇന്ന് അവസാന പരീക്ഷയാണ്. എല്ലാവരും അതിനായിട്ടാവും തിടുക്കം കൂട്ടുന്നത്. അവൾ ഓർത്തു. ഇന്നത്തോടെ ഈ ഹോസ്റ്റൽ ജീവിതത്തോട് വിട പറയണമല്ലോ. അവൾ ചിന്തയിലുതിർന്ന ചോദ്യത്തോടെ മുറിയെ ആകമാനം ഒന്ന് നോക്കി. ചുവരുകൾ അവളെ നോക്കി കണ്ണുനീർ പൊഴിക്കുന്നതായി അവൾക്ക് തോന്നി. അവളുടെ ചുണ്ടിലൊരു വരണ്ട പുഞ്ചിരി ജന്മം കൊണ്ടു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. ഹോസ്റ്റൽ ഏറെക്കുറെ നിശബ്ദമായി കഴിഞ്ഞിരിക്കുന്നു. വാതിലിൻ്റെ അരികിലുള്ള മരമേശയിലെ ടൈം പീസിൽ അവൾ സമയം നോക്കി. സമയം 9:20. അതായത് പരീക്ഷ തുടങ്ങാൻ ഇനി വെറും 10 മിനിറ്റ് ബാക്കി. അവൾ പതിയെ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് നേരത്തെ ഒരുക്കി വെച്ചിരുന്ന ബാഗ് എടുത്ത് തോളിലേക്കിട്ടു. അഴിഞ്ഞുലഞ്ഞ മുടി വാരി ഒരു ക്ലിപ്പിട്ട് വെച്ചു. 9:22. അവളുടെ കണ്ണുകൾ വീണ്ടും ടൈം പീസിലേക്ക് പോയി. അവൾ ഫാൻ ഓഫ് ചെയ്തതിന് ശേഷം മുറി പുറത്തു നിന്ന് ഓടാമ്പലിട്ട് ഇടനാഴിയിലൂടെ മുന്നോട്ട് നടന്നു. അവളുടെ പ്രവൃത്തികളെല്ലാം മന്ദഗതിയിൽ തന്നെയായിരുന്നു. കോളേജിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അവൾ പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കാനുള്ള അവസാന മടിയും മുഴങ്ങുന്നത് കേട്ടു. പണ്ടായിരുന്നെങ്കിൽ അവൾ ജീവനും കയ്യിൽ പിടിച്ചോടിയേനെ. അവൾ നിർജീവമായി ഓർത്തു. കോളേജ് കവാടം കടന്ന് അവൾ ക്യാമ്പസിലേക്ക് കയറി. എങ്ങും വല്ലാത്ത ശാന്തത. ഒരു കാറ്റുപോലും വീശുന്നില്ല. ഒരില പോലും അനങ്ങുന്നില്ല. നടക്കുന്നതിൻ്റെ ഒരു കിതപ്പ് പോലും അവളിൽ ഉണ്ടായിരുന്നില്ല. അത്രയും പതിയായിരുന്നു അവൾ നടന്നത്. വീണ്ടും ഒരു മണി മുഴങ്ങി. ഇപ്പോൾ പരീക്ഷ ആരംഭിച്ചു കാണും. അവൾ ആലോചിച്ചു. 3-ാം നിലയിലാണ് തനിക്ക് അനുവദിച്ചിരിക്കുന്ന ക്ലാസ്. അവൾ സ്റ്റെപ്പുകൾ കയറി മുകൾ നിലയിലെത്തി. ക്ലാസിൻ്റെ മുന്നിൽ ചെന്നു നിന്നപ്പോൾ തന്നെ ക്ലാസ്സിൽ നിന്ന് ഇൻവിജിലേറ്റർ പുറത്തേക്ക് വന്നു. കുട്ടി എക്സാം എഴുതാൻ വന്നതാണോ? റിസ്റ്റ് വാച്ചിൽ സമയം നോക്കി ഗൗരവത്തോടെ അവർ ചോദിച്ചു. അതെ. അവളുടെ ശബ്ദത്തിൽ ആരോടോ ഉള്ള വാശിയായിരുന്നു. തനിക്ക് അറിയാവുന്നതല്ലേ റൂൾസ് എല്ലാം. വൈകി വരുന്നവരെ പരീക്ഷ എഴുതിക്കാൻ സാധിക്കില്ല. കുട്ടിക്ക് പോകാം. ഇൻവിജിലേറ്റർ കടുത്ത ശബ്ദത്തിൽ പറഞ്ഞു. ക്ലാസ്സിലെ കുട്ടികൾ പരസ്പരം പിറുപിറുക്കാൻ തുടങ്ങി. സൈലൻസ്! ഇൻവിജിലേറ്റർ മുറുകിയ സ്വരത്തിൽ പറയുന്നതിനൊപ്പം തിരികെ ക്ലാസ്സിലേക്ക് കയറി ചെന്ന് ടേബിളിലേക്ക് കൈ വലിച്ചടിച്ചു. എല്ലാവരും ഒന്ന് ഞെട്ടി. ശബ്ദം കേട്ട് അപ്പുറത്തെ ക്ലാസ്സിൽ നിന്നൊരു അധ്യാപകൻ ഓടി വന്നു. എന്താ ടീച്ചറെ, എന്തു പറ്റി? അയാളുടെ കണ്ണുകൾ ഇൻവിജിലേറ്ററിലും ആ പെൺകുട്ടിയിലും മുടക്കി നിന്നു. ഈ കുട്ടി വൈകിയാണ് സാർ വന്നത്. എനിക്ക് കുട്ടിയെ കൊണ്ട് പരീക്ഷ എഴുതിക്കാൻ സാധിക്കില്ല. ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവർ തറപ്പിച്ചു പറഞ്ഞു. അവളിൽ അത് നേരിയൊരു ഭാവമാറ്റം പോലും സൃഷ്ടിച്ചില്ല എന്നത് ഇൻവിജിലേറ്ററെ അത്ഭുതപ്പെടുത്തി. ടീച്ചറെ, ഈ ഒരു തവണത്തേക്ക് ഈ കുട്ടിയോട് ക്ഷമിക്കണം. ഈ കുട്ടി ഈ കോളേജിലെ ടോപ്പേഴ്സിൽ ഒരാളാണ്. അയാൾ അപേക്ഷയുടെ സ്വരത്തിൽ ഇൻവിജിലേറ്ററോട് കാര്യം അവതരിപ്പിച്ചു. ഇൻവിജിലേറ്റർ ആ പെൺകുട്ടിയെ ഒന്ന് ഇരുത്തി നോക്കി. അവളുടെ മുഖത്തെ താല്പര്യമില്ലായ്മ അവരെ ചൊടിപ്പിച്ചു. അവിനാശ് കാണുന്നില്ലേ കുട്ടിയുടെ അഹങ്കാരം? കോളേജ് ടോപ്പർ ആയാൽ എന്തും കാണിക്കാമെന്നാണോ? പല ക്ലാസ്സിൽ നിന്നും ടീച്ചേഴ്സ് പുറത്തേക്കിറങ്ങി. അവിനാശ് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്കി. പ്ലീസ് ടീച്ചർ, ഈ ഒരു തവണ എനിക്ക് വേണ്ടി. ഇൻവിജിലേറ്റർ ഇരുവരെയും ചുളിഞ്ഞ മുഖത്തോടെ നോക്കി. എല്ലാവരും തങ്ങളെ തന്നെ ഉറ്റുനോക്കുന്നത് കൂടി കണ്ടിട്ട് അവർ അവളോട് ക്ലാസ്സിലേക്ക് കയറിയിരിക്കാൻ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. അയാൾ അവളെ ഒന്ന് നോക്കി. അവൾ പുച്ഛത്തോടെ അയാളെ ഒന്ന് നോക്കിയതിന് ശേഷം ക്ലാസ്സിലേക്ക് കയറി സീറ്റിലേക്കിരുന്നു. അവളുടെ ആ നീക്കം അവൻ പ്രതീക്ഷിച്ചതായിരുന്നെങ്കിൽ പോലും അതവനെ വല്ലാതെ വേദനിപ്പിച്ചു. ക്ലാസ്സിലിരുന്ന കുട്ടികളെല്ലാം അവനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. ഇത്രയും നാളും തന്നെ ബഹുമാനത്തോടെ നോക്കിയിരുന്ന കുട്ടികൾ. ഇന്ന് അവരുടെ മുഖത്തുണ്ടാവുന്ന ഭാവങ്ങൾ അവനെ വല്ലാതെ തളർത്തുന്നുണ്ട്.
തിരിഞ്ഞു നോക്കിയപ്പോൾ പുറകിൽ തന്നെ നോക്കി അടക്കം പറയുന്ന സഹപ്രവർത്തകർ. അവൻ ആ ക്യാമ്പസിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടാൻ തോന്നി. ചിന്തകൾ നൂല് പൊട്ടിയ പട്ടം കണക്കെ പാറി നടന്നു. സമയം ഇഴഞ്ഞു നീങ്ങുന്നതായി അവൾക്ക് തോന്നി. നിമിഷങ്ങൾക്കുള്ളിൽ അവസാന മണി മുഴങ്ങി. ക്ലാസ് റൂമിൽ നിന്ന് കുട്ടികൾ ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നു. അവളും പതിയെ വരാന്തയിലേക്ക് ഇറങ്ങി നടന്നു. ധ്വനി! പിന്നിൽ നിന്ന് ആരോ വിളിക്കുന്നത് കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. എന്നും തന്നെ തേടി വരാറുള്ള കണ്ണടക്കാരൻ. അവൾക്കുള്ളിൽ ചിരി പൊട്ടി. പക്ഷേ ചിരിച്ചില്ല. അവൻ അപ്പോഴേക്കും അടുത്തെത്തിയിരുന്നു. പരീക്ഷ എങ്ങനെയുണ്ടായി? നന്നായി എഴുതിയോ? കുഴപ്പമില്ലായിരുന്നു. ഒറ്റവാക്കിൽ ഉത്തരം നൽകി അവൾ തിരിഞ്ഞു നടന്നു. അവൻ സ്നേഹത്തോടെ അവളെ നോക്കി അവിടെ തന്നെ നിന്നു. അറിയാം തന്നെ അവൻ ഇഷ്ടമാണെന്ന്. പക്ഷേ വേണ്ട. തനിക്ക് താൻ മാത്രം മതി. താൻ മാത്രം. അവൾ ഉറച്ച സ്വരത്തോടെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ സ്വയം പറഞ്ഞ് പഠിപ്പിക്കുക. വരാന്തയുടെ അങ്ങേ തലക്കിൽ തന്നെ നോക്കി നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ അവളൊന്ന് നിന്നു. അവിനാഷ് സാർ. താൻ അങ്ങോട്ട് ചെല്ലണോ? വേണ്ട. അല്ലെങ്കിൽ തന്നെ ഇനി അതിൻ്റെ കൂടി ഒരു കുറവേ ഉള്ളൂ. അവൾക്ക് അവളുടെ അവസ്ഥ ആലോചിച്ചപ്പോൾ ഒന്ന് പൊട്ടിച്ചിരിക്കാൻ തോന്നി. പക്ഷെ അതിന് സാധിക്കാത്തതുപോലെ ഒന്ന് നിശ്വസിച്ചുകൊണ്ടവൾ താഴേക്കുള്ള പടികൾ ഇറങ്ങി. അയാളുടെ മുഖം മങ്ങി. അയാൾ നിരാശയോടെ അവളുടെ പിന്നാലെ ഇറങ്ങിച്ചെന്നു. തണൽ മരത്തിന് കീഴിൽ കെട്ടിയിരിക്കുന്ന സിമൻറ്റ് ബെഞ്ചിൽ ഇരിക്കുകയായിരുന്നു അവൾ. തനിക്ക് മുന്നിൽ ആരോ നിൽക്കുന്നതറിഞ്ഞ് അവൾ തല ഉയർത്തി നോക്കി. ഇയാൾ വീണ്ടും വന്നു. ഈർഷ്യയോടെ അവൾ ഓർത്തുകൊണ്ട് ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ ഒരുങ്ങി. അതേ നിമിഷം തന്നെ അവിനാശിൻ്റെ കൈ അവളുടെ കൈത്തണ്ടയിൽ അമർന്നു. എനിക്ക് സംസാരിക്കണം ധ്വനി. മൂർച്ചയേറിയ വാക്കുകളും മുറുകിയ കൈകളും. അവൾക്ക് ദേഷ്യം ഇരച്ചു കയറി. അവൾ ശക്തിയിൽ കൈ കുടഞ്ഞു. അപ്പോഴാണ് താൻ എന്താണ് ചെയ്തതെന്ന് അവിനാശ് ഓർത്തത്. അവിനാശ് വേഗം കൈ പിൻവലിച്ചു. സോറി, ഞാൻ അറിയാതെ. അവൾ അയാളെ ഒന്ന് നോക്കി. അവളുടെ ചുണ്ടിലൊരു മന്ദഹാസമുണ്ടായി. അയ്യോ, സാറെന്തിനാ സോറി പറയുന്നത്? എന്നെപ്പോലെയുള്ള വേശികൾക്ക് ഇതൊന്നൊരു പ്രശ്നമല്ല. അവൾ മനോഹരമായി പുഞ്ചിരിച്ചു. അവളുടെ നാവിൽ നിന്ന് കേട്ട വാക്ക് വീണ്ടും വീണ്ടും അവൻ്റെ ചെവിയിൽ പ്രതിധ്വനിച്ചു കൊണ്ടിരുന്നു. വേശ്യ. അവൻ്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നു. പേശികൾ വലിഞ്ഞു മുറുകി. അവൻ്റെ കൈ വായുവിൽ ഒന്ന് പൊങ്ങിത്താണു. ശബ്ദം കേട്ട് പലരും അവരെ തന്നെ ഉറ്റുനോക്കി. പുതിയ കഥകളുടെ ജനനം സംഭവിക്കാൻ തുടങ്ങി. അവൾക്ക് കവിൾ പൊള്ളിപ്പിടയ്ക്കുന്നത് പോലെ തോന്നി. കൈകൾ ശക്തിയിൽ കവിളിൽ അമർത്തി പിടിച്ചു. ഇത് നീ ചോദിച്ചു വാങ്ങിയതാണ് ധ്വനി. അവൻ്റെ ശബ്ദത്തിൽ വേദനയായിരുന്നു. അവൾ ശ്രമപ്പെട്ടൊന്ന് ചിരിച്ചു. ഞാനിന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട്. അവിനാശിന് വീണ്ടും സങ്കടം തോന്നി. വേണ്ട ധ്വനി, അത് ശരിയാവില്ല. നീ അങ്ങോട്ട് വരണ്ട. അവൻ നിഷേധഭാവത്തിൽ തല ഇരുവശത്തേക്കും ചലിപ്പിച്ചു. ധ്വനിക്ക് വാക്കൊന്നേ ഉള്ളൂ. അവൾ അവനെ ഒന്ന് നോക്കിയതിനു ശേഷം മുന്നോട്ട് നടന്നു. കിടക്ക അലങ്കരിച്ചിട്ടേക്ക്. 2 ചാല് നടന്നതിന് ശേഷം അവൾ അവനെ തിരിഞ്ഞു നോക്കി പറഞ്ഞു. അവളുടെ ദൃഢമായ സംസാരം കേട്ട് അവൻ വിറങ്ങലിച്ചു പോയി. മാറിലേക്ക് അലസമായി വാരിയിട്ടിരിക്കുന്ന സാരി, അഴിഞ്ഞുലഞ്ഞ മുടി, കൺമിഷി പടർന്ന കൺതടങ്ങൾ. അവൾ അവളെ തന്നെ കണ്ണാടിയിലൂടെ നോക്കി കാണുകയായിരുന്നു. ഒരു വലിയ മുറിയിലാണ് താനിപ്പോൾ. അവൾ ഡ്രസ്സിംഗ് ടേബിളിന് മുന്നിലൂടെ കണ്ണാടിയിലൂടെ തന്നെ മുറിയെ വീക്ഷിച്ചു. മുറിയുടെ ഒത്ത നടുക്കായി വലിയൊരു കട്ടിൽ. ഇളം നീല പുതപ്പും തലയണകളുമെല്ലാം വലിച്ചു വാരിയ രീതിയിൽ കിടക്കുന്നു. വെളുത്ത കിടക്കവിരിയിലും നിറയെ ചുളിവുകൾ. അവൾ നിർവികാരമായി അതിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ഡ്രസ്സിംഗ് ടേബിളിലേക്ക് കൈകളൂന്നി. അവളിലെ നിർവികാരത പതിയെ മാഞ്ഞു തുടങ്ങി. അവിടെ വെറുപ്പും ദേഷ്യവും സ്ഥാനം പിടിച്ചു. നിമിഷ നേരം കൊണ്ട് തന്നെ അവളുടെ കണ്ണുകൾ സജലമായി. കവിളിലൂടെ ഒഴുകി അതവളുടെ നെഞ്ചിലേക്ക് ഒളിച്ചു. പെട്ടെന്ന് അവളുടെ മൊബൈൽ ശബ്ദിച്ചു. അവൾ ഞെട്ടലോടെ കണ്ണുകൾ ചുറ്റും പായിച്ചു. അവളുടെ കണ്ണുകൾ അത്ഭുതത്തോടെ വീണ്ടും വീണ്ടും ആ മുറിയിലുടനീളം ഓടി നടന്നു. അവൾ ഇപ്പോഴും അവളുടെ ഹോസ്റ്റൽ മുറിയിൽ തന്നെയായിരുന്നു. രാവിലെ പോയപ്പോൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ആ മുറി ഇപ്പോഴും. വലിയ കിടക്കയില്ല, അലങ്കോലമായ കിടക്കവിരിയില്ല. അവളുടെ ചെറിയ കട്ടിലും മരമേശയും മാത്രമാണ് ആ മുറിയിലുണ്ടായത്. മരുഭൂമിയിലെ മരീചിക പോലെയാണ് അവൾക്ക് ആ നിമിഷത്തെ തോന്നിയത്. അവൾ ചുറ്റും നോക്കി. എവിടെയാണ് ഫോൺ വെച്ചത്? വീണ്ടും അവളുടെ ഫോൺ ശബ്ദിച്ചു. മേശയുടെ വലിപ്പിൽ നിന്നാണ് ഫോൺ ശബ്ദിക്കുന്നത്. അവൾ വേഗം മേശയുടെ അരികിലേക്ക് ചെന്നു. വലിപ്പ് തുറന്ന് ഫോൺ കയ്യിലെടുത്തു. ഡിസ്പ്ലേയിൽ കാണിച്ച പേര് കണ്ട്
അവൾ തളർന്നതുപോലെ മേശയിൽ ചാരി നിന്നു. പിന്നെ പതിയെ, വളരെ പതിയെ കോൾ ബട്ടൺ അമർത്തി അവൾ ചെവിയോട് ചേർത്ത് വെച്ചു. ദയ. അവളുടെ സ്വരം ശാന്തമായിരുന്നു. ചേച്ചി. മറുവശത്തു നിന്നൊരു 19കാരി സ്നേഹത്തോടെ വിളിച്ചു. ധ്വനിയുടെ ഉള്ളിൽ ഒരു മഞ്ഞു വീണ സുഖം. അല്ലെങ്കിലും തൻ്റെ കുഞ്ഞനീത്തിയുടെ സ്വരമൊന്ന് കേട്ടാൽ തന്നെ എന്തൊരു സന്തോഷമാണുള്ളിൽ. അവളുടെ ഉള്ളിലേക്ക് കുറേ ഓർമ്മകൾ തിക്കും തിരക്കും കൂട്ടാൻ തുടങ്ങി. ഹലോ ചേച്ചി, കേൾക്കാമോ? ആ മോളെ, കേൾക്കാം. നീ പറഞ്ഞോ. ഓർമ്മകളുടെ തിരക്കിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് ധ്വനി സംസാരിച്ചു. പരീക്ഷ കഴിഞ്ഞല്ലോ, ചേച്ചി ഇന്ന് ഇങ്ങോട്ട് വരില്ലേ? അവൾ സംശയത്തോടെ ചോദിച്ചു. ധ്വനിയുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. തൻ്റെ മനസ്സ് ആരെക്കാളും നന്നായി അവൾക്കറിയാം. എന്നിട്ടും ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കാൻ അവൾക്ക് എങ്ങനെ തോന്നി? ഞാൻ അങ്ങോട്ടില്ല എന്ന് നിനക്കറിയാവുന്നതല്ലേ ദയ? ധ്വനി ഉള്ളിലെ ആത്മസംഘർഷം ദയയെ അറിയിക്കാതെ ലാഘവത്തോടെ ചോദിച്ചു. ചേച്ചി പിന്നെ എങ്ങോട്ട് പോകും? ദയയുടെ സ്വരം ഇടറിയിരുന്നു. അവൾ കരയുകയാണോ എന്ന് ധ്വനി ചിന്തിച്ചു. ആയിരിക്കും. അവൾ തന്നെ ഉത്തരവും നൽകി. ഇന്നത്തെ രാത്രി ഞാൻ ലക്ഷ്മി നിവാസിലുണ്ടാകും. ചേച്ചി! ദയയുടെ അലർച്ച. ധ്വനി ചിരിയോടെ ഫോണുമായി കിടക്കയിലേക്കിരുന്നു. എന്തിനാ ചേച്ചി ഇങ്ങനെ? നമുക്കിത് വേണ്ട. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാം. ദയ കരയുകയാണ്. ധ്വനിക്ക് അവളോട് അതിയായ സ്നേഹം തോന്നി. അതിലേറെ വിഷമം തോന്നി. താൻ കാരണം അവൾ വേദനിക്കുന്നതോർത്ത്. അവിടെ നിനക്ക് സുഖമല്ലേ മോളെ? വെല്ലേച്ചനൊക്കെ എങ്ങനെയാ നിന്നോട്? ദേഷ്യപ്പെടാറുണ്ടോ? സംസാരം വഴിതിരിക്കാൻ വേണ്ടിയാണ് ധ്വനി അത് ചോദിച്ചത്. പക്ഷേ അത് വേണ്ടായിരുന്നുവെന്ന് അവൾക്ക് തോന്നി. കുഴപ്പമില്ല ചേച്ചി, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ദയയുടെ സ്വരം ധ്വനിയെ വീണ്ടും വീണ്ടും ദുർബലയാക്കിക്കൊണ്ടിരുന്നു. കുറച്ച് നാളുകൂടി നീ അവിടെ നിൽക്കും. അപ്പോഴേക്കും ഞാനൊരു ജോലി തരപ്പെടുത്തി നിന്നെ എൻ്റെ കൂടെ നിർത്താം. ദയയെ സമാധാനിപ്പിക്കാനായി ധ്വനി വെറുതെ ചില വൃഥാ വാഗ്ദാനങ്ങൾ നൽകി. ദയയുടെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞു. ഇത്രയും കാലത്തിനിടയിൽ ഒരിക്കൽ പോലും ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടില്ല. താൻ ചോദിക്കുമ്പോഴെല്ലാം ഒന്നും മിണ്ടാതെ നിൽക്കാറാണ് പതിവ്. ഇന്ന് പക്ഷേ തന്നെ കൊണ്ടുപോവാം എന്ന് പറഞ്ഞിരിക്കുന്നു. ചേച്ചി പറഞ്ഞാൽ പറഞ്ഞതാണ്. പണ്ട് ചേച്ചി രാവിലെ ക്ലാസ്സിൽ പോകാൻ നേരം തന്നോട് ചോദിക്കും, വൈകിട്ട് എന്താ വേണ്ടതെന്ന്. താൻ ഏത് മിഠായി കൊണ്ടുവരാൻ പറഞ്ഞാലും ചേച്ചി അത് മറക്കാതെ കൊണ്ടുവരും. തന്നെ ഒരുപാട് ഇഷ്ടമാണ് ചേച്ചിക്ക്. അതല്ലേ ഇപ്പം തന്നെ ഇവിടെ ആക്കിയതും. എല്ലാവരും മുന്നിലും ചേച്ചി ഇങ്ങനെ. അവൾക്കത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അവളുടെ തൊണ്ടയിൽ നിന്നൊരു ഗദ്ഗതമുയർന്നു. ദയ, ഞാൻ വെക്കട്ടെ. 5 മണിക്ക് മുന്നേ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യണം. ലക്ഷ്മി നിവാസിലേക്ക് തന്നെയാണോ ചേച്ചി? ദയ ചിന്തയിൽ നിന്ന് പിടഞ്ഞെണീറ്റുകൊണ്ട് വീണ്ടും ചോദിച്ചു. അതെ മോളെ. ശരി, ഞാൻ വിളിക്കാം. മറുപടി കാക്കാതെ ധ്വനി ഫോൺ കട്ട് ചെയ്ത് കിടക്കയിലേക്ക് ഇട്ടു. അവളും പതിയെ കിടക്കയിലേക്ക് കിടന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഒപ്പം ചുണ്ടിൽ ചിരിയും. ഒടുവിൽ അവളുടെ ചിരിയും കരച്ചിലും ഒരുപോലെ ഉയർന്നു. ഭ്രാന്തുള്ളവരുടെ ചിരി പോലെ, ഭ്രാന്തുള്ളവളുടെ കരച്ചിൽ പോലെ. കണ്ണുകൾ പതിയെ അടഞ്ഞുപോയി. നിദ്ര. നീണ്ടൊരു നിദ്രയിലേക്ക് അവൾ കൂപ്പുകുത്തി. വാതിലിൽ തുടരെ തുടരെയുള്ള മുട്ടുകേട്ടാണ് ധ്വനി ഞെട്ടി എഴുന്നേൽക്കുന്നത്. അവൾ ഫോൺ കയ്യിലെടുത്ത് സമയം നോക്കി. 5:30. ദൈവമേ, വൈകിയല്ലോ. അവൾ വേഗം വാതിൽ തുറന്നു. മുന്നിൽ ഹോസ്റ്റൽ വാർഡൻ. കുട്ടി ഇന്ന് പോണില്ലേ? അവർ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഉവ്വ് മാഡം, ഉറങ്ങിപ്പോയി. ഒരു 10 മിനിറ്റിൽ ഞാൻ ഇറങ്ങും, അവൾ സൗമ്യമായി പറഞ്ഞു. അവർ അവളെ ഒന്ന് നോക്കി. പതിയെ ഒരു ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് അവർ തിരികെ നടന്നു. അവർ കാഴ്ചയിൽ നിന്ന് മറിയുന്നതുവരെ അവൾ അവരെ തന്നെ നോക്കി നിന്നു. മീന മാഡം കർക്കശക്കാരിയാണ്, പക്ഷേ കുട്ടികളെല്ലാം ഒരുപാട് ഇഷ്ടമാണ്. താൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തപ്പോൾ സ്നേഹത്തോടെ തന്നെ ചേർത്ത് പിടിച്ച് ഈ മുറിയിലാക്കിയത് അവൾക്ക് ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നി. ഇന്നിപ്പോൾ താൻ PGയും പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി മുതൽ തനിക്കിവിടം അന്യമാണ്. വേദനകളുടെ പട്ടികയിലേക്ക് ഒരെണ്ണം കൂടി. മുറിയുടെ മൂലയിൽ നേരത്തെ ഒരുക്കി വെച്ചിരുന്ന ബാഗ് എടുത്ത് കിടക്കയിലേക്ക് വെച്ചു. കിടക്കവിരി കൂടി അവൾ എടുത്തു മടക്കി ബാഗിലേക്ക് മടക്കി വെച്ചു. മുറിയെ ഒന്നുകൂടി അവൾ നോക്കി. അവസാനത്തെ ഓർമ്മയായി അവൾക്ക് സൂക്ഷിക്കാനായി. സുഖമുള്ളൊരോർമ്മ. ബാഗും ഫോണും കയ്യിലെടുത്ത് അവൾ പുറത്തേക്കിറങ്ങി. മുറിയുടെ വാതിലടച്ച് കുറ്റിയിട്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്നൊരു കണ്ണുനീർ അടർന്നു വീണു.
വാർഡൻ്റെ മുറിയിൽ ചെന്നപ്പോൾ അവർ എന്തോ ആലോചിച്ച് കസേരയിൽ ചാരിയിരിക്കുന്നത് കണ്ടു. മീന മാഡം. ഹാ ധ്വനി, ഇറങ്ങാനായോ? ഉവ്വ് മാഡം. അവളുടെ ശബ്ദം വല്ലാതെ നേർത്തിരുന്നു. ഇനി തനിക്ക് നേരെ വരാൻ പോകുന്ന ചോദ്യം അവൾക്കറിയാമായിരുന്നു. എവിടേക്കാണ് പോകുന്നത്? എന്ത് മറുപടി പറയും ഞാൻ? ഇതുവരെ മാഡത്തിനോട് കള്ളം പറഞ്ഞിട്ടില്ല. അവൾ ചിന്താമഗ്നയായി. ദയയുടെ അടുത്തേക്കല്ലേ? അവരുടെ ചോദ്യത്തിലെ മൂർച്ച അവൾക്ക് മനസ്സിലായി. അല്ല മാഡം. പിന്നെ? അവർ ആശ്ചര്യം പൂണ്ടു. ലക്ഷ്മി നിവാസ്. അവിനാഷിൻ്റെ വീടോ? അതെ മാഡം. ധ്വനി, നീ ഇതെന്തു ഭാവിച്ചാണ് കുട്ടി? അവരുടെ സ്വരത്തിൽ ദേഷ്യവും വേദനയും. ഏത് വികാരത്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് എന്നവർക്കറിയില്ലായിരുന്നു. അവൾ സംസാരിച്ചില്ല. അവർ വേദനയോടെ നെറ്റിയൊന്ന് തടവി. ഉറപ്പിച്ചോ നീ? ഉവ്. നിന്റെ ജീവിതമാണ്. അതിൽ ചുറ്റിപ്പറ്റി ഒരുപാട് ജീവിതങ്ങളുണ്ട്. ആലോചിച്ച് മാത്രം എന്തെങ്കിലും ചെയ്യുക. എന്തെങ്കിലും ആവശ്യം വന്ന് എന്നെ വിളിക്കണം. ഗൗരവത്തോടെയുള്ള സംസാരം ഒടുവിലെത്തിയപ്പോൾ അതൊരപേക്ഷ പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. വിളിക്കാം, ഞാൻ ഇറങ്ങട്ടെ. അവൾ തിരിഞ്ഞു നടക്കാനൊരുങ്ങി. ധ്വനി. അവൾ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും മീന അവളുടെ അരികിലെത്തിയിരുന്നു. അവർ അവളെ വാത്സല്യത്തോടെ പൊതിഞ്ഞു പിടിച്ചു. അമ്മയുടെ ചൂടിൽ എന്ന പോലെ അവൾ അവരുടെ മാറിലേക്ക് കൂടുതൽ പറ്റിച്ചേർന്നു നിന്നു. നിറയാൻ വെമ്പി നിന്ന കണ്ണുനീരിനെ അവൾ പിടിച്ചു നിർത്തി. അവരിൽ നിന്ന് അവൾ അടർന്നു മാറുമ്പോൾ അവളുടെ നെറ്റിയിൽ അവരുടെ ചുണ്ടുകൾ പതിഞ്ഞിരുന്നു. നേർത്തെ ഒരു ചുംബനം. വാത്സല്യമോ സ്നേഹമോ, അങ്ങനെ ഒരുപാട് അർത്ഥമുള്ള ചുംബനം. ചുംബനത്തിൽ കണ്ണുനീരിൻ്റെ നനവും സ്ഥാനം പിടിച്ചിരുന്നു. അവൾ ഹോസ്റ്റലിൻ്റെ പടി കടന്നുപോയിട്ടും മീന അതേ നിൽപ്പ് തന്നെ തുടർന്നു. അവരുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. എന്തിനാ ദൈവമേ അവൾക്ക് ഇങ്ങനൊരു വിധി കൊടുത്തത്? അവർക്കത് ചോദിക്കാതെ ഇരിക്കാനായില്ല. ഓട്ടോയിൽ നിന്നിറങ്ങി അവൾ ഓട്ടോക്കാരന് പൈസ കൊടുത്തു. അവളുടെ കണ്ണുകൾ മതിലിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ലക്ഷ്മി നിവാസിലെത്തി നിന്നു. അവളുടെ കാലുകൾ അവൾ പോലും അറിയാതെ അകത്തേക്ക് ചലിച്ചു. 40 ആയുള്ളൂ, ബാക്കി വേണ്ടേ? ബാക്കി പൈസയും എടുത്ത് ആളെ നോക്കി ഓട്ടോക്കാരൻ അവൾ നടന്നു നീങ്ങുന്നതാണ് കണ്ടത്. അവൾക്ക് കേൾക്കാൻ പാകത്തിന് ശബ്ദമെടുത്താണ് അയാൾ ചോദിച്ചത്. അവൾ അത് കേൾക്കാത്ത പോലെ മുന്നോട്ട് തന്നെ നടന്നുകൊണ്ടിരുന്നു. ഓട്ടോക്കാരൻ എന്തോ പിറുപിറുത്തുകൊണ്ട് ഓട്ടോയുമായി എങ്ങോട്ടോ മാഞ്ഞു. ടൈൽസ് പാകിയ മുറ്റത്തൂടെ അവൾ മുന്നോട്ട് നടന്നു. ഇടയ്ക്കിടയ്ക്ക് ബാലൻസ് കിട്ടാത്തതുപോലെ അവൾ ആടുന്നുണ്ടായിരുന്നു. സാമാനം വലിയൊരു ഇരുനില വീടാണ് ലക്ഷ്മി നിവാസ്. വീടിന് മുന്നിൽ തന്നെ ഒരു മണി കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. അവൾ മണിയുടെ നാക്കിൽ കെട്ടിയിരിക്കുന്ന കയർ പിടിച്ചു വലിച്ചു. നിശബ്ദതയെ ഭേദിച്ച് അവിടെ മുഴുവൻ ആ ശബ്ദം പ്രതിധ്വനിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ വാതിൽ തുറക്കപ്പെട്ടു. ധ്വനിയുടെ മിഴികളും വാതിലിൽ തന്നെയായിരുന്നു. ഒരു പെൺകുട്ടിയായിരുന്നു വാതിൽ തുറന്നത്. അവളുടെ കണ്ണുകൾ ആശ്ചര്യം കൊണ്ട് വികസിക്കുന്നത് ധ്വനി അറിഞ്ഞു. ആരാനു? ചോദ്യത്തോടെ ഒരു സ്ത്രീയും ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് വന്നു. തന്നെ കണ്ട് അവരുടെ മുഖം വിളറുന്നത് അവൾ കണ്ടു. അവളും അവരെ ഭാവഭേദമൊന്നുമില്ലാതെ നോക്കി. വീണ്ടും കണ്ണുകൾ ആ പെൺകുട്ടിയിൽ ഉടക്കി. അവൾ ഇരുവരെയും ഒന്ന് നോക്കിയതിനു ശേഷം വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. എങ്ങും നോക്കാതെ അവൾ നേരെ മുകളിലേക്കുള്ള പടികൾ കയറി. വലിയൊരു ഹാളിലേക്കാണ് അവൾ ചെന്നെത്തിയത്. 4 മുറികളാണ് മുകൾ നിലയിലുള്ളത്. അവളുടെ കാലുകൾ രണ്ടാമത്തെ മുറിയുടെ നേരെ നീങ്ങി. ഹാൻഡിലിൽ അമർത്തിയപ്പോൾ തന്നെ വാതിൽ ശബ്ദമില്ലാതെ തുറന്നു വന്നു. അവൾ അകത്തേക്ക് കയറി. വിശാലമായ മുറി. ഒത്ത നടുവിൽ വലിയൊരു കട്ടിൽ. അതിൽ വെളുത്ത കിടക്കവിരി ഭംഗിയായി വിരിച്ചിട്ടിരിക്കുന്നു. ഇളം നീല പുതപ്പും തലയണകളും ഭംഗിയായി അടുക്കി വെച്ചിരിക്കുന്നു. അവളിൽ ചെറിയൊരു ഭയം കടന്നുകൂടി. ഉള്ളിലിരുന്ന് ആരോ തിരികെ പോവാൻ പറയുന്നത് പോലെ. പക്ഷേ തനിക്ക് പോവാൻ സാധിക്കില്ല എന്നും അവൾക്കറിയാമായിരുന്നു. അവൾ ബാഗ് ഒരരികിൽ വെച്ചു. മാറാനായൊരു സാരി തന്നെ എടുത്ത് വാഷ്റൂമിലേക്ക് കയറി. അല്പസമയത്തിനുള്ളിൽ തന്നെ അവൾ കുളിച്ച് വേഷം മാറി വന്നു. അവൾ ചുവരിലെ ക്ലോക്കിലേക്ക് സമയം നോക്കി. കൃത്യം 7 മണി. അവൾ കിടക്കയിലേക്ക് കയറിയിരുന്നു. വല്ലാത്തൊരു അസ്വസ്ഥത അവളെ പൊതിഞ്ഞു. കാഴ്ച മങ്ങുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. അതിനൊപ്പം അടിവയറും നന്നായി വേദനിക്കുന്നു. അവൾ പതിയെ കിടക്കയിലേക്ക് കിടന്നുകൊണ്ട് വയറമർത്തി പിടിച്ചു. പെട്ടെന്ന് അവൾക്ക് കൈയുടെ ബലം നഷ്ടമാവുന്നത് പോലെ തോന്നി. അവളുടെ കണ്ണുകൾ സാവധാനം അടഞ്ഞു വന്നു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. ചുറ്റിലും സംഭവിക്കുന്നതറിയാതെ അവൾ അവിടെ കിടന്നു. 11 മണിയായപ്പോൾ ആ മുറിയിൽ പ്രകാശം വീണു.